എൻ്റെ മാത്രം സാഹചര്യങ്ങൾ എന്താ ഇത്ര മോശം? ഇനിയൊരു തിരിച്ചുവരവ് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെയാണ് നിങ്ങളെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ജീവിതത്തിലെ ഓരോ നിമിഷവും തൻ്റെ മോശം സാഹചര്യങ്ങളോട് നിരന്തരം സമരം ചെയ്ത് ഒരു രാജ്യത്തിൻ്റെ തന്നെ തലവര മാറ്റിയ ഒരു 9 വയസ്സുകാരൻ്റെ വിൽ പവറിനെ പറ്റിയാണ്. തൻ്റെ ചെറുപ്പകാലത്ത് കളിസ്ഥലത്തും വിദ്യാലയത്തിലും നാട്ടുകാരും അധ്യാപകരും ഉൾപ്പെടെ തന്നെയും തൻ്റെ സഹോദരനെയും മാറ്റി നിർത്തുന്നത് തങ്ങൾ കീഴ്ജാതിയിൽപ്പെട്ടവരായതുകൊണ്ടാണെന്ന് തിരിച്ചറിയുമ്പോൾ അവന് പ്രായം 9. താൻ വളർന്നു വലുതാകുമ്പോൾ തൻ്റെ നാട്ടുകാരെയും അധ്യാപകരെയും തിരുത്തണമെന്ന് അവൻ ആഗ്രഹിച്ചു. എല്ലാവർക്കും ഈ ഭൂമിയിൽ ഒരേ അന്തസ്സോടെ ജീവിക്കാനുള്ള അർഹതയുണ്ടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. വർഷങ്ങൾ പോകെ പോകെ അവന് മനസ്സിലായി, ഇത് തൻ്റെ ഗ്രാമത്തെയോ സ്കൂളിനെയോ പട്ടണത്തെയോ തിരുത്തിയാൽ തീരാവുന്ന ഒന്നല്ല, ഒരു മഹാരാജ്യത്തെ തന്നെ മാറ്റണം. അവൻ സ്വയം ചോദിച്ചു, എനിക്കതിന് കഴിയും. എങ്ങനെ? കാണേണ്ടവരെ കാണണം, പറയേണ്ടത് പറയണം. അതിനെന്ത് വേണം? ട്രേസ് ദ അൺനോൺ. The only way is to educate yourself. പഠിക്കണം. തൻ്റെ രാജ്യത്തെ സ്വാധീനിക്കത്തക്ക രീതിയിൽ പഠിക്കണം. ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ അയാൾ BA കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ MA. കടൽ കടക്കുന്നത് കൊടും പാപമെന്ന് തൻ്റെ സമൂഹം വിശ്വസിച്ചിരുന്ന സമയത്ത് അയാൾ ലണ്ടനിൽ മാസ്റ്റർ ഓഫ് സയൻസ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞോ DSc, PhD, LLD, ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ, ബാരിസ്റ്ററേറ്റ് ലോ, അങ്ങനെ പേരിനപ്പുറം ചേർക്കാൻ അയാൾ നേടിയ അറിവുകളുടെ ചുരുക്കപ്പേരുകൾ ഒരുപാടായി. ദ നെയിം ഈസ് ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കർ. മെറിറ്റിൽ ഒറ്റയ്ക്ക് വന്നതിന് മോൺസ്റ്റർ എന്ന് വിളിക്കാമെങ്കിൽ 1947 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി സാക്ഷ്യം വഹിച്ചത് അംബേദ്കർ എന്ന മോൺസ്റ്ററുടെ വരവിനെയാണ്. ആ കഥ ഇങ്ങനെ: ഏതറ്റം വരെ പോയാലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പടി അംബേദ്കർ ചവിട്ടരുതെന്ന ലക്ഷ്യവുമായി നിൽക്കുന്ന കോൺഗ്രസിന്റെ മുമ്പിൽ സ്വന്തം പാർട്ടിയിൽ 1946 മത്സരിച്ച് പരാജയപ്പെടുന്ന ബാബാ സാഹേബ് ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ ലോകം കണ്ട മികച്ച നിയമജ്ഞനെ മാറ്റി നിർത്തി രൂപം കൊള്ളേണ്ട ഒന്നല്ല ഇന്ത്യൻ ഭരണഘടന എന്ന് തിരിച്ചറിഞ്ഞ ബംഗാളിലെ ജസൂർ കുല്ലയിൽ നിന്നും നോമിനേറ്റ് ചെയ്യപ്പെട്ട ജോഗേന്ദ്രനാഥ് മണ്ഡൽ തൻ്റെ സ്വന്തം സീറ്റ് രാജിവെച്ച് അവിടെ നിന്നും അംബേദ്കറെ വിജയിപ്പിച്ചെടുക്കുന്നു. പക്ഷേ കളികൾ അതുകൊണ്ടും അവസാനിച്ചില്ല. ഇന്ത്യ പാക് വിഭജനം നടക്കുന്ന സമയം ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഇന്ത്യക്കും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ പാകിസ്ഥാനും എന്ന വ്യവസ്ഥ ഉണ്ടായിട്ട് പോലും 52% ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ ജസൂർ ആൻഡ് കുൽന എന്ന പ്രൊവിൻസ് അന്യായമായി പാകിസ്ഥാനോട് ചേർക്കപ്പെടുന്നു. ബ്രിട്ടീഷ് അതോറിറ്റിയുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അംബേദ്കറുടെ ഭാഗത്താണ് ന്യായമെന്ന് തിരിച്ചറിയുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം കോൺഗ്രസിന് അദ്ദേഹത്തെ ബോംബെയിൽ നിന്നും ഇലക്ട് ചെയ്യേണ്ടി വരും. അസംബ്ലിയിൽ അംബേദ്കർ അവതരിപ്പിച്ച ഓരോ പ്രസംഗങ്ങളും വൈവിധ്യമാർന്ന ഇന്ത്യൻ ജനതയ്ക്ക് സമത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തേണ്ടതും തിരുത്തേണ്ടതുമായ പ്രായോഗിക വശങ്ങളെക്കുറിച്ചായിരുന്നു. അന്നുവരെ പ്രതിയോഗികളായി മാത്രം കണ്ടിരുന്ന കോൺഗ്രസ് അംഗങ്ങളുമായി സഭയിൽ ചേർന്ന് പ്രവർത്തിച്ചത് അദ്ദേഹം നേടിയെടുത്ത വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയായും അദ്ദേഹത്തിന്റെ മികവായും കോൺഗ്രസ് മനസ്സിലാക്കും. ശേഷം ചരിത്രത്തിൽ നിന്നും പുറത്താക്കപ്പെടുമായിരുന്ന ഒരാൾ ചരിത്രം നിർമ്മിക്കുന്ന കാഴ്ചക്ക് കാലം സാക്ഷിയാകും. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടും. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ശേഷം പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹത്തിന്റെ നന്ദി പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്: അംബേദ്കറെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പറാക്കിയതും പിന്നീട് അതിന്റെ അധ്യക്ഷനാക്കിയതും പോലെ ശരിയായ മറ്റൊരു തീരുമാനം നമുക്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാബാ സാഹേബിന്റെ ജീവൻ മരണ പോരാട്ടം ഫലം കണ്ടു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ seeking the promote common God എന്ന് തുടങ്ങേണ്ടിയിരുന്ന ഭരണഘടന We the people of India having solemnly resolved to constitute India into a sovereign democratic republic എന്ന് മാറി. വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നതിന് പകരം സമത്വത്തെയും സാഹോദര്യത്തെയും ജനങ്ങളിൽ നിക്ഷിപ്തമായ പരമാധികാരത്തെയും പ്രൊമോട്ട് ചെയ്യുന്നതായി മാറി. ഭരണഘടന സമർപ്പിക്കുമ്പോൾ അംബേദ്കർ തന്റെ പ്രസംഗത്തിൽ പ്രകടിപ്പിച്ച ആശങ്കയായിരുന്നു, മറ്റേത് രാജ്യത്തെ അപേക്ഷിച്ചും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭക്തി ആരാധനയുടെ മാർഗം അല്ലെങ്കിൽ താരാരാധന അസാധാരണമായി കൂടുതലാണ്. അങ്ങനെയുള്ള അതിമാനുഷ്യർക്ക് മുമ്പിൽ എൻ്റെ ജനത അവരുടെ സ്വാതന്ത്ര്യവും അഭിമാനവും പണയപ്പെടുത്തരുത്. അത് ആത്യന്തികമായി ഏകാധിപത്യത്തിലേക്ക് നയിക്കും. ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറെ പ്രാധാന്യമുള്ളതാണ്. ഡിയർ ഫ്രണ്ട്സ്, എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ്. സലാം